മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് ഏറ്റെടുത്തത് തോട്ടഭൂമിയാണെന്ന് കണ്ടെത്തിയതോടെ 105 കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ്. ലാൻഡ് ബോർഡ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് 3 ഏക്കർ പൂർണ്ണമായും 7.5 ഏക്കർ ഭാഗികമായും തരം മാറ്റിയത് കണ്ടെത്തിയത്. പുനരധിവാസത്തിനായി ലീഗ് ഏറ്റെടുത്ത ഭൂമിയിൽ നിന്നും ലിനറ്റ് വർഗീസ് നമുക്കൊപ്പം ചേർന്നു. തത്സമയം ലിനറ്റ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ലീഗ് ഏറ്റെടുത്ത ഭൂമി അത് തോട്ടം ഭൂമി വക മാറ്റി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തോട്ടം ഭൂമി കരഭൂമി ആക്കണമെങ്കിൽ അത് റവന്യൂ വകുപ്പ് അറിയാതെ ആയിരിക്കില്ലല്ലോ, അവർ അതിനായിരിക്കില്ല അത് വക മാറ്റി കൊടുക്കുക. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്താണ്? ഇതിൻ്റെ പേരിൽ കൂടുതൽ ഭൂമി റവന്യൂ വകുപ്പിനെ പോലും കബളിപ്പിച്ച് കൂടുതൽ ഭൂമി കരഭൂമി ആക്കിയെന്നാണോ കണ്ടെത്തൽ? ഇതിൽ ലീഗിൻ്റെ പ്രതികരണം എന്താണ്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മുസ്ലിം ലീഗ് പുനരധിവാസത്തിന് വേണ്ടി ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ ഭൂമിയുടെ അടുത്താണ്. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും 105 വീടുകളുടെ പ്രൊജക്റ്റ് സൈറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭൂമിയിലാണ് ഈ മുസ്ലിം ലീഗ് ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി ഭവനം പണിയുന്നത്. എന്നാൽ ഈ ഒരു ഭൂമിയിലെ സംബന്ധിച്ചിടത്തോളം ഇത് തോട്ടഭൂമിയാണ് എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തലായിരുന്നു ആദ്യമേ ഉണ്ടായത്. തൃക്കൈക്കര വില്ലേജ് ഓഫീസറാണ് ഇതിനെ സംബന്ധിച്ചുള്ള ആദ്യ റിപ്പോർട്ട് നൽകിയത്. ഇതിനെ തുടർന്നാണ് ലാൻഡ് ബോർഡിന്റെ അന്വേഷണം വരുന്നത്. ഇത് 2 ഭാഗങ്ങളായിട്ടാണ് ഈ ഭൂമി വാങ്ങിയിരിക്കുന്നത്. 11 ഏക്കറിലധികമാണ് ഈ ഒരു ഭൂമി ഉള്ളത്. അത് 2 ഭാഗമായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ 3.5 ഏക്കർ പൂർണ്ണമായും 7.5 ഏക്കറിൽ ഒരു ഭാഗവും തരം മാറ്റി എന്നാണ് കണ്ടെത്തൽ. ഇത് ഒരു തോട്ടഭൂമിയാണ്. തോട്ടഭൂമിയിൽ ഒരിക്കലും വീട് പണിയുന്നത് സാധ്യമല്ല. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് ഇവിടെ കാപ്പിത്തോട്ടമായിരുന്നു. ഈ കാപ്പി ചെടികളൊക്കെ തന്നെ പിഴുതു മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാണുന്ന ഒരു ഭൂമിയായിട്ട് ഇതിനെ മാറ്റിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ലാൻഡ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിന് വിറ്റവർ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ലാൻഡ് ബോർഡിന് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രാഥമിക കണ്ടെത്തലാണ്. ഈ പ്രാഥമിക കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ 22-ാം തീയതി ലാൻഡ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ ചെയർമാൻ അടക്കം പങ്കെടുക്കുന്ന ഒരു യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഈ കണ്ടെത്തൽ ഈ പരിശോധന ഒന്നും കൂടെ നടത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്ത് വരികയും ഇവിടെ തോട്ടഭൂമി ആയിരുന്നോ എന്നൊക്കെ തന്നെ വീണ്ടും പരിശോധിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരിക. എന്നിരുന്നാലും പ്രതികരണം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പി കെ ബഷീറൊക്കെയാണ് ഈ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? നിലവിൽ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഇന്നിവിടെ ലൈവിന് പോലും അവരെ വിളിച്ചിരുന്നു. എന്നിരുന്നാൽ പക്ഷേ അവർക്ക് ഇന്ന് പ്രതികരിക്കാൻ സാധിക്കില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിലവിൽ ഇവരാരും ഇതിനോട് പ്രതികരിക്കുന്നില്ല. ഇതിലെ വസ്തുത തെളിയണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. പ്രത്യേകിച്ച് ഈ ഒരു ദുരന്തബാധിതരടക്കം ഇതിൽ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇന്നേ വരെ സർക്കാരിൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു ഇതിന് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു സഹായ അഭ്യർത്ഥനയോ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി അടക്കം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും 105ഓളം വരുന്ന കുടുംബങ്ങളുടെ ഈ അതിജീവനം അതാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.